ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫിലിം ഒപ്പീനിയന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സിനിമാ വാർത്തകൾ, വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അവസാനം ഉണ്ണിക്കണ്ണൻ മംഗളം വിജയ് എന്ന നടനെ കണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആരാധന പുരുഷനായിട്ടുള്ള തമിഴ് നടൻ വിജയിനെ അദ്ദേഹം കാൽനടയായെന്ന് കേരളത്തിൽ നിന്ന് നടന്നുകൊണ്ട് തന്നെ ചെന്നൈയിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്നുകൊണ്ട് തന്നെ ആരാധന പുരുഷനായിട്ടുള്ള തമിഴ് നടൻ വിജയിനെ നേരിൽ കാണുകയും ആലിംഗനം ചെയ്യുകയും ഒപ്പം ഒരേ ക്യാരവാനിൽ തന്നെ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുകയും അദ്ദേഹം നൽകിയ ആപ്പിളുമായിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി തിരിച്ച് ആ ഒരു ബസ്സിലിരുന്ന വീഡിയോ ഒക്കെ നാം ഏവരും കണ്ടതാണ്. അത് ഉണ്ണിക്കണ്ണൻ മംഗളം ഇൻസ്റ്റയിലൂടെ പബ്ലിഷ് ചെയ്തതാണ്. അതിൽ വളരെയധികം സന്തോഷവാനായിട്ടുകൊണ്ട് തന്നെ അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുകയും അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തിരിക്കുകയാണ്. 2024 എന്ന വർഷം കഴിയാറായപ്പോൾ ഡിസംബർ മാസത്തോടുകൂടി അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയാണ്. പുതുവർഷം പിറക്കുമ്പോൾ, അതായത് 2025 പുതുവർഷം പിറക്കുമ്പോൾ ആദ്യ ദിവസം തന്നെ, അതായത് ജനുവരി 1-ാം തീയതി തന്നെ അദ്ദേഹം തന്റെ ആരാധന പുരുഷനായിട്ടുള്ള വിജയിനെ നേരിൽ കാണുവാൻ വേണ്ടി കേരളത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള മംഗള ഡാമിൽ നിന്നും കാൽനടയായിക്കൊണ്ട് ചെന്നൈയിലേക്ക് പുറപ്പെടുമെന്ന് അദ്ദേഹം ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്തിരുന്നു. അതേപോലെ തന്നെ ജനുവരി 1-ാം തീയതി പുലർച്ചെ തന്നെ അദ്ദേഹം മംഗള ഡാമിൽ നിന്നും നേരെ ചെന്നൈയിലേക്ക് യാത്ര തിരിക്കുകയാണ്. തന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുമോ എന്നൊന്നും അറിയുകയില്ല. പക്ഷേ പല മീഡിയക്കാരും അദ്ദേഹത്തിന്റെ വാനോദം പുകഴ്ത്തിക്കൊണ്ട് തന്നെ ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ വഴിയരികിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് ഭക്ഷണം നൽകിയിട്ടുണ്ടായിരുന്നു. ആരാധകർ കൂട്ടുകാരെല്ലാം വന്നു അദ്ദേഹത്തിന് സെൽഫി എടുക്കാനും അനുമോദിക്കാനും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ വേറൊരു കൂട്ടർ അദ്ദേഹത്തിനെ അപ്പോഴും പരിഹസിക്കാൻ വേണ്ടി പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ചെന്നൈയിലേക്കുള്ള യാത്ര മധ്യേ അദ്ദേഹത്തിന്റെ കാലിൽ വലിയൊരു കുരു ഉണ്ടാവുകയും അത് പൊട്ടിക്കൊണ്ട് വളരെയധികം ദുസ്സഹനീയമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. എന്നാൽ പോലും അതൊന്നും വകവെക്കാതെ തന്നെ തന്റെ ആരാധന പുരുഷനായിട്ടുള്ള വിജയിനെ നേരിൽ കണ്ടിട്ടേ ഞാൻ തിരിച്ചു വരൂ എന്നും ഒറ്റ വാശിയിൽ തന്നെ അടിയുറച്ചുകൊണ്ട് അദ്ദേഹം ചെന്നൈയിലേക്ക് തന്നെ ലക്ഷ്യമാക്കി പോവുകയും ഇപ്പോഴിതാ അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിച്ച് കാരവാനിൽ ഒപ്പം വരുന്നത് അദ്ദേഹം നൽകിയ ആപ്പിളും കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ നാട്ടിൽ വന്നുകൊണ്ട് ഓരോ മീഡിയക്കാരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആരാധന പുരുഷനായിട്ടുള്ള വിജയ് കൊടുത്ത ആ ആപ്പിൾ ഫ്രണ്ടിൽ പിടിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. കാരണം അത്രത്തോളം സന്തോഷവാനാണ് ഉണ്ണിക്കണ്ണൻ മംഗളാമ്. അദ്ദേഹത്തിന്റെ ബോഡി ഷേമിംഗ് കൊണ്ട് പലരും കളിയാക്കാറുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിർത്തി പോടാ കുണ്ണത്തരം കാണിക്കാതെ വീട്ടിൽ പോയിരിക്കറ എന്ന് പറയുമ്പോഴും ഈ ഒരു 4-ാം ക്ലാസ്സുകാരനെ പല പ്രാവശ്യം നമ്മൾ അനുമോദിച്ചേ മതിയാവൂ.